ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴ കരുവാറ്റയിലെ ഒരു വയോധികന്റെ കൊലപാതകത്തിനു പിന്നിൽ കൊച്ചുമകളുടെ കൊട്ടേഷൻ എന്നൊരു വാർത്ത വരുന്നു. 13 വയസ്സുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ 4 പ്രതികളെന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. 4 പേരെ പിടികൂടിയിരിക്കുന്നു. എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ്. ഇന്നലെ രാത്രിയാണ് ശിവൻകുട്ടി കൊല്ലപ്പെട്ടത്. ശിവൻകുട്ടിയുടെ മകളുടെ മകൾ 13 വയസ്സേ ഉള്ളൂ. ശിവൻകുട്ടി മുത്തച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയിരിക്കുന്നു. മനീഷ് മഹിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങണമെന്നുണ്ട്. പക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പറയുക? കൊച്ചുമകൾ കൊട്ടേഷൻ കൊടുത്ത് മുത്തച്ഛനെ കൊന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതുവരെയും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കുറ്റകൃത്യത്തിന്റെ കഥയാണത്. എന്താണ് സംഭവിച്ചത് മനീഷ് മഹിപാൽ? ഈ കുട്ടികൾ നേരിട്ടാണോ ഈ കൃത്യം നിർവഹിച്ചത്, അതോ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയായിരുന്നോ? ഇതൊരു കുട്ടിക്കളിയായിരുന്നോ? ഇതൊരു വലിയ കളിയായിരുന്നോ? അരുൺകുമാർ, ഒരു പ്രൊഫഷണൽ കൊലപാതകയല്ല ഇത് നടത്തിയതെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അനുമാനിച്ചതാണ്. പക്ഷേ പുറത്തു നിന്നൊരാൾ അകത്തേക്ക് വന്നിരുന്നു. അത് അകത്തുള്ള ഒരാളുടെ സഹായമില്ലാതെ ഒരാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് ആദ്യഘട്ടത്തിലെ പോലീസ് സംശയിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിനിടയിൽ പോലീസിനെ തന്നെ ഞെട്ടിക്കുകയാണ് ഈ സംഭവം. 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാകുന്നത്. പെൺകുട്ടി ഉൾപ്പെടെ 4 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. 4 പേരും ഇപ്പോൾ ഹരിപ്പാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ രാത്രിയിൽ 67 വയസ്സുള്ള ശിവൻകുട്ടിയാണ് സ്വന്തം വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നഗ്നനായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. കൈയും കാലും ബന്ധിച്ച നിലയിലായിരുന്നു. വീടിനുള്ളിൽ മുളക് പൊടി വിതറിയിരുന്നു. വീട്ടിൽ നിന്നും 6 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു. ഇത് ഒരു മോഷ്ടാവല്ല നടത്തിയത്. അതായത് ഈ വീടുമായി കൃത്യമായി പരിചയമുള്ള ഒരാളാണെന്ന് പോലീസിന് ആദ്യം തന്നെ മനസ്സിലായിരുന്നു. CCTV ദൃശ്യങ്ങൾ പോലീസ് പകർത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും എവിടെ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടിയിലേക്ക് പോലീസ് എത്തുന്നത്, പെൺകുട്ടി ഇന്നലെ രാത്രിയിൽ മറ്റൊരു ബന്ധുവീട്ടിലായിരുന്നു. അതായത് ശിവൻകുട്ടിയുടെ മകൾ പ്രസവത്തിന് വേണ്ടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു. ശിവൻകുട്ടിയുടെ ഭാര്യ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മിനിയാന്ന് പോയിരുന്നു. അങ്ങനെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി മറ്റൊരു ബന്ധുവീട്ടിലായിരുന്നു. പക്ഷെ ഇന്നലെ സ്കൂളിൽ പോകണം, പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടി വീട്ടിലെത്തിയിരുന്നു. ആ വീട്ടിലെത്തിയ സമയത്ത് പെൺകുട്ടി തന്നെയാണ് ആദ്യം ഈ മൃതദേഹം കാണുന്നതെന്നാണ് നാട്ടുകാരെ അറിയിച്ചത്. അതായത് വീട് തുറക്കാൻ കഴിയുന്നില്ല, അത് അകത്തു നിന്ന് പൂട്ടിയ നിലയിലാണെന്ന് ആദ്യം ബന്ധുക്കളെ അറിയിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടി അവിടെ എത്തുമ്പോൾ വീട് തുറന്നു കിടക്കുന്നതായി മറ്റു നാട്ടുകാർ കണ്ടിരുന്നു. അപ്പോഴും സംശയം തോന്നിയിരുന്നില്ല. പക്ഷേ പിന്നീട് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ പോലീസിന് സംശയം തോന്നി. പെൺകുട്ടിക്ക് ഇന്ന് തന്നെ പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പോകണമെന്ന് പറയുന്നു. അങ്ങനെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഇതിന്റെ ചുരുളഴിയുന്നത്. അങ്ങനെ പെൺകുട്ടിക്ക് എന്താണ് ഈ അപ്പൂപ്പനോട് അല്ലെങ്കിൽ ഈ മുത്തശ്ശനോടുള്ള വൈരാഗ്യം എന്തെന്നറിയില്ല. എന്നല്ലെങ്കിൽ 6 പവന്റെ സ്വർണ്ണം നഷ്ടപ്പെടുന്നു. പക്ഷെ പോലീസ് പറയുന്നത് മോഷണം മാത്രമായിരുന്നില്ല, അപ്പൂപ്പനോട് പെൺകുട്ടിക്ക് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മനസ്സിലായത്. പിന്നീട് ഈ കൂടെ വന്ന പ്രതികൾ ഇവരെ കൂടെ, അതായത് 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇവർ കൂടെ പഠിച്ചവർ മാത്രമല്ല, പെൺകുട്ടിയുമായി പരിചയമുള്ള മറ്റുള്ളവരാണ്. ഈ 3 പേരും ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്ന കാര്യം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഒപ്പം തന്നെ പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഈ 4 പേരെ കൂടാതെ പ്രായപൂർത്തിയാകാത്ത ആരുടെയെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിക്കുകയാണ്. എന്താണ് കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക മനസ്സിലാകുക. ഇന്നലെ ഇപ്പോൾ പിടിയിലായ അവരുടെ പ്രായം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? 16-17 വയസ്സുള്ളവരാണോ, അതല്ല ഈ 13-14 വയസ്സുള്ളവരാണോ? അതായത് ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയേക്കാൾ മുതിർന്നവരാണ്. പെൺകുട്ടിക്ക് 13 വയസ്സാണ്. പെൺകുട്ടി 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മറ്റുള്ളവർ 18 വയസ്സ് പ്രായപൂർത്തിയാകാത്തവരാണ്. കൃത്യമായ അവരുടെ പ്രായം പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ഇവർ 4 പേർ പ്രതികളാണ്. പെൺകുട്ടിക്ക് നേരിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ട്. അതായത് പെൺകുട്ടിയുടെ കൊട്ടേഷനാണ്. പക്ഷെ പെൺകുട്ടി കൃത്യത്തിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അതിന്റെ ചിത്രം ഏകദേശം വ്യക്തമാകും. എന്താണെങ്കിലും ഈ കൊലപാതകത്തിന് ശേഷം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ മനീഷ് മഹിപാൽ, ഈ ശിവൻകുട്ടിയുടെ മകൾ, അതായത് ഈ കുട്ടിയുടെ അമ്മ പ്രസവത്തിന് പോയിരിക്കുകയായിരുന്നു അല്ലേ? അതെ. അപ്പൊ കുട്ടിയുടെ അമ്മ, അതായത് ഈ ശിവൻകുട്ടിയുടെ മകൾ വീട്ടിലില്ലായിരുന്നു, അവർ ആശുപത്രിയിലായിരുന്നു. ശിവൻകുട്ടിയുടെ ഭാര്യയും ആശുപത്രിയിലായിരുന്നു. ആ സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. കൊച്ചുമകൾ കൊട്ടേഷൻ കൊടുത്തനുസരിച്ച് 3 പേർ ഈ കുട്ടിയുടെ പ്രായത്തിലോ അതിന് തൊട്ട് മുകളിലോ സീനിയർ ആയിട്ടുള്ളവരോ ആണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഒരു 15-16 വയസ്സുള്ളവരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ അരുൺകുമാർ, അതായത് കൂടെയുള്ള കുട്ടികൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ അവരുടെ പ്രായം സംബന്ധിച്ച് പോലീസ് ഈ ഘട്ടത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. ഏതാനും
മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ശിവൻകുട്ടിയുടെ മകളുടെ ആദ്യത്തെ മകളാണ് ഈ 13 വയസ്സുകാരി. രണ്ടാമത്തെ കുഞ്ഞിന് അതാണ് ഗർഭിണി. അപ്പൊ ആ സമയത്താണ് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെ മിനിഞ്ഞാന്നാണ് അതിനുവേണ്ടി അഡ്മിഷൻ എടുത്തത്. ആ ഘട്ടത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പരീക്ഷ ആയതുകൊണ്ട് തന്നെ മറ്റൊരു വീടിനടുത്തുള്ള ഏകദേശം അടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് ആക്കിയിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ പെൺകുട്ടി ഈ പരീക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ, അതായത് പുസ്തകമടക്കമുള്ള കാര്യങ്ങൾ ഈ വീട്ടിലാണെന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ പെൺകുട്ടിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ലായിരുന്നു. സ്വന്തം അപ്പൂപ്പൻ അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും പോലീസിന് മുൻപിലോ നാട്ടുകാരുടെ മുൻപിലോ പെൺകുട്ടിക്ക് യാതൊരു ഭാവവ്യത്യാസമില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ സംശയത്തിന് ഇടയാക്കുന്ന രീതിയിലല്ല സംസാരിച്ചത്. പക്ഷെ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ പെൺകുട്ടിയിൽ നിന്ന് വിവരം ശേഖരിക്കുമ്പോൾ പോലീസിന് സംശയം ഇടവന്നു. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വന്നു. ഇപ്പോഴിതാ 4 പേർ കസ്റ്റഡിയിലുണ്ട്. വരുന്ന മണിക്കൂറിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതെന്തായാലും അത് വ്യക്തമാവണം. എന്താണ് ഈ കുട്ടിക്ക് മുത്തശ്ശനോട് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഈ മുത്തശ്ശൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ, ഈ മുത്തശ്ശൻ ഈ കുട്ടിയെ തല്ലുകയോ മറ്റോ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ, അതോ ഈ കുട്ടി പഠിക്കാതിരിക്കുന്ന സമയത്ത് ചീത്ത പറഞ്ഞോ, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതിന് കൊട്ടേഷൻ കൊടുത്ത് മുത്തശ്ശനെ തട്ടിക്കളയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്താണ് ആ കൊലയ്ക്ക് കാരണമായത്, പ്രകോപനത്തിന് കാരണമായത് എന്നുള്ളത് നമ്മളുടെ പ്രതിനിധി അല്പസമയത്തുള്ള അന്വേഷണത്തിൽ പറയും. പിടിയിലായവരെല്ലാവരും കൗമാര സംഘം ആണത്രേ. കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് കൗമാര സംഘം. ജിൻസി പിള്ളേരെ ഇതെന്നാ പോക്കാന്നേ.